ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുബിത. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തോളം ആവുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. രാവിലെ 6 മണിയാകുമ്പോഴത്തേന് എഴുന്നേൽക്കാറുണ്ട്. 6 മണിക്കാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ ഫ്രഷായി വന്നിട്ട് ടാബ്ലറ്റ് കഴിക്കും. ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇന്നും രാവിലെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഷുഗർ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 90നും താഴെ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാലോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നോർമലായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. സാധാരണ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ കിടക്കാറുണ്ട്. എന്നിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴാണ് അടുക്കളയിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് 8-ന് നേരത്തെ വർക്കിന് പോകണം. അതുകൊണ്ട് അപ്പത്തിന് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അധികവും നമ്മൾ സാമ്പാർ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ രാവിലെ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കും സാമ്പാർ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന ശേഷം 7 മണിയിട്ടുണ്ടാവും. 7 മണി ടാബ്ലറ്റ് അടുക്കളയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കുക. രാത്രിയും രാവിലെ ഞാൻ മിക്കവാറും 7 മണിക്ക് അടുക്കളയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ നമ്മൾ കറിക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുവിധം നമ്മുടെ അടുത്തുള്ള എല്ലാ പച്ചക്കറികളും സാമ്പാർ വയ്ക്കാൻ വേണ്ടി എടുക്കാറുണ്ട്. എന്നോട് കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വറുത്തച്ച സാമ്പാറിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചായ വെച്ചു. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റുണ്ടാവും. അപ്പോൾ ഞാൻ അച്ഛനും ചായ കൊടുത്തു. തണുപ്പായതുകൊണ്ട് ആരും പുറത്തേക്ക് ഇല്ല. നല്ല തണുപ്പാണ്. നമ്മൾ വീട് പാടത്തിൻ്റെ അടുത്താണ്. അതുകൊണ്ട് അച്ഛമ്മയ്ക്കൊന്നും പറ്റില്ല, അച്ഛനൊന്നും പറ്റില്ല തണുപ്പ്. പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നോക്കിയിട്ടുണ്ടായിരുന്നു. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരേ മാവ് തന്നെ ആയിട്ട് ഇറക്കിയ നല്ല വൃത്തിയിലും നല്ല ടേസ്റ്റിലും കിട്ടാറുണ്ട്. 7 മണിയുടെ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡ് 1 മണിക്കൂർ നമുക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോഴേക്കും റെഡിയാക്കും. എന്നിട്ട് 8 മണിക്ക് മാക്സിമം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ 7 മണിക്ക് മുന്നേ ഞാൻ ഷുഗറിന് ടാബ്ലറ്റ് അതുപോലെ ഗ്യാസ് ട്രബിളിന് ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. കഴിച്ച് വന്നിട്ട് ഞാൻ പിന്നെ ഇൻസുലിൻ എടുക്കും. ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻസുലിൻ ഉണ്ട്. 3 നേരം ഇൻസുലിൻ എടുത്തിട്ടാണ് കഴിക്കുന്നത്. മോൾ ഈ സമയമാകുമ്പോൾ എഴുന്നേറ്റുണ്ടാവില്ല കേട്ടോ. നല്ല മടിയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് ലീവായിരുന്നു ക്ലാസ്. അപ്പോൾ ഞാൻ അവളെ മെല്ലെ ഒന്ന് ഈ സമയത്ത് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ മക്കളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും മികച്ച ഒന്നായിട്ടാണ് തോന്നുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അവരെ കൊണ്ട് ഓർമ്മിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ രാവിലെ അവരുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിപ്പിച്ചു. അതുമല്ലാതെ നമ്മൾ അവരെ കൂടുന്ന സ്നേഹപ്രകടനം നടത്തുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്ത് കഴിക്കുമ്പോൾ ഞാൻ 2 എണ്ണേ കഴിക്കാറുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീനായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ അടുത്ത ടാബ്ലറ്റ് 9 മണിക്കൊരു ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് TB ഉണ്ട്. TBയുടെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. TBയുടെ മെഡിസിൻ നിർത്തിയിട്ടില്ല. ഇപ്പോൾ 9 മാസത്തോളമായി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് സാമ്പാർ വെച്ചുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ടിരുന്നായിരുന്നു ഞാൻ. അപ്പോഴാണ് എനിക്ക് മിനിയേഴ്സിൻ്റെ തലചുറ്റൽ വന്നത്. വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങി. ചില സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വൊമിറ്റിങ്ങും പിന്നെ ക്ഷീണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് 1 മണിക്കൂർ ഉറങ്ങിയപ്പോൾ കറക്റ്റ് ഭേദമായി. അപ്പോഴേക്കും ഞാൻ 11 മണി കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജ് ഉണ്ടായിരുന്നു, അതിരുന്ന് റെഡിയാക്കി. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും കഴിക്കാറുണ്ട്. അപ്പം മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ വെള്ളയും ഒരു മുട്ടയാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ അച്ഛമ്മയും മോളും കൂടിയാണ് എന്നും കഴിക്കാറ്. ഇപ്പം അച്ഛമ്മയ്ക്ക് തണുപ്പായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവൾ ക്യാമറയിൽ നോക്കിയിട്ട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തു കൂടെ നടക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അകത്ത് പോയിരിക്കും. ചില സമയത്ത് മോള് TV കണ്ട് ഇരിക്കുകയായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് ഓരോ കഥകളും ഓരോ കാര്യങ്ങളും ക്ലാസ്സിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാറുണ്ട്. വൈകുന്നേരം എഴുന്നേറ്റിട്ട് ഒരു 4 മണിയാകുമ്പോൾ ചായ വെക്കാറുണ്ട്. അധികം അമ്മയാണ് വെക്കാറ്. ചില ദിവസങ്ങളിൽ ഞാൻ വെക്കാറുണ്ട്. ആ സമയത്ത് മോള് വന്നിട്ട് പാൽപ്പൊടി വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അവൾക്ക് കുറച്ച് നേരം കൊടുക്കും. പിന്നെ കുറച്ച് നേരം മുറ്റത്ത് കൂടെ നടക്കും. ചില സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് ഇരുന്ന് എഡിറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇരുന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ മോള് ആ സമയത്ത് മുറ്റത്ത് കൂടെ ഇരുന്നിട്ട് കളിക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫ്രഷായി വന്നിട്ട് വിളക്ക് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. വിളക്ക് വെച്ച് കഴിഞ്ഞ് ഞാനും മോളും കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് നാമം ചെല്ലും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിത്തെ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കും, മോളെ പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലെ തന്നെ ദിവസമാണ്. പക്ഷേ എല്ലാവരും വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഇനി എത്ര ദിവസം അങ്ങനത്തെ ഒരു ചിന്തയിലൂടെ നമ്മൾ കഴിയാറ്. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് മാക്സിമം ഇരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.